സേവാ സമാജത്തിൻ്റെ സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ജയൻ ചെറുവള്ളിയിൽ നിന്നാണ്. ഞാൻ ഈ ഒരു ശബരിമല ഇടത്താവളത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കണ്ണൂരിൽ നിന്ന്, പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. വളരെ കുറേ നാളുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു. ഈ പത്തനംതിട്ട ഇടത്താവളത്തിൽ ഞങ്ങൾ ആയിരക്കണക്കിന് അയ്യപ്പന്മാർക്ക് ദിവസവും അന്നദാനം ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതുപോലെ ആഴിപൂജകൾക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച ജനങ്ങളെ കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഏവർക്കും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തീച്ചാമുണ്ടി തെയ്യ മഹോത്സവം എന്ന പരിപാടി ഇവിടെ നടത്താനെ കൊണ്ട് തീരുമാനിച്ചത്. ഈ തീച്ചാമുണ്ടി തെയ്യ മഹോത്സവം എന്നുള്ളത് ഈ ഒരു നമ്മുടെ തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ ഏതാണ്ട് എറണാകുളം വരെയുള്ള ഏരിയയിൽ ആ ഒരു മേഖലയിൽ ഇതുവരെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീച്ചാമുണ്ടി തെയ്യ മഹോത്സവം നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു അനുഷ്ഠാന കലകളൊന്നും തന്നെ അറിയാത്ത ആൾക്കാരാണ്. പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ മാത്രം കണ്ടുവരുന്ന തീച്ചാമുണ്ടി പോലുള്ള അപൂർവമായിട്ടുള്ള തെയ്യങ്ങൾ നമ്മുടെ നാട്ടുകാരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശം കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ശ്രീമൻ സുനിൽ പണിക്കർ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു പരിപാടിയിലെ പ്രധാന ആള്. അദ്ദേഹവും അനുയായികളുമാണ് ഇവിടെ ഏതാണ്ട് 16 പേരോളമുള്ള ഒരു വലിയ കലാസംഘമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വളരെ ദൈവികമായ ഒരു ആചാരാനുഷ്ഠാനമാണിത്. ആ ദൈവിക ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു കലയാണിത്. അപ്പോൾ ഈ ഒരു കലയിൽ ആ കല നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും ഒക്കെ തന്നെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. മാത്രവുമല്ല, നമുക്കറിയാം നമ്മുടെ പത്തനംതിട്ട എന്ന് പറയുന്നത് കടമ്പനട്ടയും ഇലന്തൂരും ഒക്കെ തന്നെയുള്ള പടയണി ഗ്രാമങ്ങളും നമുക്കറിയാം. ഈ പടയണിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലെ പക്ഷെങ്കിൽ ഇത്തരത്തിലുള്ള തെയ്യം കലാരൂപങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഉത്സവങ്ങൾക്കും ഒക്കെ തന്നെ തെയ്യത്തിന്റെ രൂപം കെട്ടി കുറെ ആൾക്കാർ പോകും. അതല്ല, ഇതൊരു യഥാർത്ഥ തെയ്യം. അത് മാത്രമല്ല, തെയ്യങ്ങളിൽ ഏറ്റവും തീവ്രമായ ഒരു കലാരൂപമാണ് തീച്ചാമുണ്ടി തെയ്യം. അതാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഇവിടെ ഈ ഒരു തീച്ചാമുണ്ടി തെയ്യ മഹോത്സവം ഇവിടെ നടത്താൻ സാധിച്ചത് ഞങ്ങളുടെയൊക്കെ ഒരു ദൈവിക അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. മാത്രവുമല്ല, തീച്ചാമുണ്ടി തെയ്യ മഹോത്സവം ഒരു വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരു വലിയ വിജയമായി ഈ ഒരു പരിപാടി മാറുകയാണ്. തെയ്യം മഹോത്സവത്തിന്റെ ഉദ്ഘാടനം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇതിന്റെ അണിയറയിലെ പ്രവർത്തകര് 15 പേരടങ്ങുന്ന കണ്ണൂരിന്റെ തെക്കൻ കേരളത്തിലെ കണ്ണൂരിൽ മാത്രം കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു പരിപാടി നമ്മുടെ പത്തനംതിട്ട ഇടത്താവളത്തിൽ അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. 40-45 ദിവസത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു ഹിന്ദു ആചാരത്തിന്റെ പ്രതീകം നശിച്ചു പോകാതെ അതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി ഇങ്ങനൊരു സംരംഭം, നമ്മളൊരു തെയ്യ മഹോത്സവം, തീച്ചാമുണ്ടി രക്തചാമുണ്ടി എന്ന തെയ്യ മഹോത്സവം നമ്മുടെ ഈ പത്തനംതിട്ടയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മഹത്തായ 5000 പേരോളം പങ്കെടുക്കും ഇവിടെ എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എൻ്റെ പേര് മോഹനൻ പിള്ള. ഞാൻ ബേസിക്കലി ഡൽഹിയിലായിരുന്നു. അതിന് ഡൽഹി മുഖേനയാണ് ഈ സുനിൽ പണിക്കരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. അവർ നേരത്തെ പരിചയമുണ്ട്. ആ ത്രൂവിലാണ് പത്തനംതിട്ട അയ്യപ്പ സേവാ സമാജത്തിന്റെ ബാനറിൽ നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ സാധിച്ചതിൽ വലിയ നന്ദിയുണ്ട്. തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. വന്ന് അയ്യപ്പന്റെ മണ്ണിൽ കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് അത് സാധിച്ചതിൽ വളരെയധികം ഞങ്ങൾ
അയ്യപ്പനോടും ഈ ചാമുണ്ടിയോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇത് 2 തെയ്യങ്ങളാണുള്ളത്, ചാമുണ്ടിയും ഈ ചാമുണ്ടി. ചാമുണ്ടി ആദ്യം അത് ആടുന്നതാണ്, അത് കഴിഞ്ഞിട്ടാണ് തീച്ചാമുണ്ടി. തീച്ചാമുണ്ടിയാണ് ആഴിയിൽ പ്രവേശിക്കുകയും അഗ്നി പ്രവേശിക്കുകയും പിന്നീട് അത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം ഉണ്ട്. അതിലേതൊരു 17-18 പേരാണ് അതിൽ അടങ്ങുന്നത്. ഇന്നിവിടെ ഈ ആഴിയിൽ രക്തചാമുണ്ടിയും അതോടൊപ്പം തന്നെ ദേവിയുടെ ഒരു തെയ്യവുമാണ് കെട്ടിയാടുന്നത്. അതിനവിടെ മടപ്പുര കെട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള സുനിൽ പണിക്കർ ഗുരുക്കളുടെ നേതൃത്വത്തിൽ ആണ് ഇന്നിവിടെ ഈ തെയ്യ മഹോത്സവം നടക്കുന്നത്. ഇതെന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതിനെ ഒന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അയ്യപ്പ സേവാ സമാജം പത്തനംതിട്ട താലൂക്കിൽ ഇവിടെ ഈ തെയ്യ മഹോത്സവം നടത്തുന്നത്. ഈ ചാമുണ്ടി എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിൽ എങ്ങും എത്തിയതായിട്ട് അറിയില്ല. അതുകൂടെ കണ്ട് അതിന്റെ അനുഗ്രഹവും മേടിച്ച് പോകാനായിട്ട് നിൽക്കുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അതുകൊണ്ടൊക്കെ ഈ തെയ്യത്തോടു കൂടി നമ്മുടെ പത്തനംതിട്ട നാടിനും ഇതിനായിട്ട് പ്രവർത്തിച്ച എല്ലാ അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രവർത്തകർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്റെ ஆத்மார்த்தமாയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. சாமி சரணம். என்னோட சொந்த ஊர் பழனி. நான் இங்கே வேலைக்காக வந்திருக்கிறேன், பத்தனட்டால் இருக்கிறேன். இங்கே நானும் மாலை 1ஆம் தேதி கார்த்திகை மாதம் 1ஆம் தேதி மாலை போட்டுட்டு இங்கே அன்னதானம் கொடுக்குறான்னு போட்டு இடத்துல பத்தனட்டால் இடத்த கஞ்சி குடிக்க வந்தேன். எனக்கு இங்கே வேலை செய்யறவங்களை பார்த்து ரொம்ப பிடிச்சிருந்துச்சு. எனக்கு இதில் வந்து சேவை பண்ண தோணுச்சு. அதுலேருந்து டெய்லி நானும் இங்கே வந்து இவங்களோட சேர்ந்துட்டு வேலை செஞ்சுக்கிட்டு நைட்டும் பகலும் எல்லா இவங்களோட செஞ்சு வேலை செஞ்சுக்கிட்டு நிறைய பேர் வராங்க. முதல் வந்து ஒரு 1000 பேர் கஞ்சி குடிக்க வருவாங்க. 1500 ஆச்சு, 2000 ஆச்சு, இப்போ 5000 10,000 வரைக்கும் ஆளுங்க வர்றாங்க. 3 நேரம் எங்களால் முடிஞ்ச அளவுக்கு இவங்களோட சேர்ந்து நானும் வேலை செஞ்சு எல்லாத்துக்கும் கஞ்சி கொடுத்துருக்கு. எத்தனை பேர்த்துக்கு வந்தாலும் கஞ்சி ஊற்றுற அளவுக்கு இங்கே அன்னதானம் கொடுக்குற அளவுக்கு. പത്തനംതിട്ട ഇടത്താവളത്തിൽ വൃശ്ചികം 1 തൊട്ട് നടത്തുന്ന അന്നദാനത്തിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ തീച്ചാമുണ്ടി തെയ്യം എന്ന മഹോത്സവം നടത്തുകയാണ്. അത് കണ്ണൂരിൽ നിന്നുള്ള ദിലീഷ് ഗുരുക്കളും പാർട്ടികളുമാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ദിനിൽ പണിക്കർ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ചടങ്ങ് നടക്കാൻ പോകുന്നത് തീച്ചാമുണ്ടി എന്ന് പറഞ്ഞത് കണ്ണൂരിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കലാരൂപമാണ്. ഇവിടെ ഒരു നേർച്ച എന്നുള്ള ഭാഗമായിട്ട് ഇവിടെ തീച്ചാമുണ്ടി ചെയ്യാൻ പോകുന്നത്. ഞാനാണ് അത് കെട്ടിയാടാൻ പോകുന്നത്. തീച്ചാമുണ്ടി എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ അവതാരമാണ് തീച്ചാമുണ്ടി. അതായത് വിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ നരസിംഹ അവതാരത്തിൽ നിന്ന് അഗ്നിദേവനുമായിട്ട് മല്ലിട്ടിരിക്കുന്ന ഒരു ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് തന്നെ. അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് ഇവിടെ കിട്ടി. ഇവിടെ ഇടത്താളത്ത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പാവപ്പണിക്കർ പൈനൂരാണ്. പിന്നെ തീച്ചാവണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വിഷ്ണുവിന്റെ 4ാമത്തെ അവതാരം നരസിംഹമൂർത്തിയാണ്. വിഷ്ണുമൂർത്തി അത് ഹിരണ്യ സംഭവം എന്താ ഹിരണ്യ കൊന്നിട്ട് സംഭവത്തിൽ ഈ അഗ്നി പിന്നെ അത് അഹങ്കരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അഹങ്കാരം കൊടുത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ തീച്ചാവണ്ടി അതിലേക്ക് പോകുന്നത്. പകരമാണ് ഈ തീച്ചാവണ്ടിന്റെ ചെറിയ ഐഡിയ. പിന്നെ വേറെ വിഷ്ണുമൂർത്തിന്റെ കഥ വേറെ ഉണ്ട്, അത് പിന്നെ പറയുന്നില്ല. ഈ തീച്ചാവണ്ടി എന്നുള്ള സംഭവം പിന്നെ ഇതിൽ പോകുന്ന വെച്ചാൽ ഹിരണ്യെ കൊന്നിട്ട് എല്ലാവരും പിന്നെ അധികാരമായിട്ട് ചെയ്യുന്ന സമയത്ത് അഗ്നി മാത്രം അഹങ്കരിച്ചു. എന്നാൽ അവിടെ നീ മനസ്സിലാക്കാനില്ലാതെ വിഷ്ണുവോട് കുഴപ്പമില്ല, എന്റെ അഹങ്കാരം കൂടെ ഞാൻ തീർച്ചിട്ട് തരാതെ പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ അഹങ്കാരത്തിനോട്ടുള്ള നരസിംഹമൂർത്തിയായി നോക്കി ചെയ്തു. വിഷ്ണുമൂർത്തി നരസിംഹ അവതാരമാണ്. ഭഗവാന്റെ 10 അവതാരത്തിൽ 6ാമത്തെ അവതാരം നരസിംഹമൂർത്തി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കെട്ടിയാടിക്കുന്നത്. അപ്പോൾ അതിലിപ്പം ഇവിടെ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഒറ്റപ്പുറം എന്ന് പറയുന്നത്. ഒറ്റപ്പുറം അല്ലെ തീച്ചാമുണ്ടി അങ്ങനെയാണ് ഇത് പറയാ. അപ്പോൾ ഇതിപ്പം പറഞ്ഞാൽ ഈ കൃഷ്ണമൂർത്തി പൊതുവെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹിരണ്യനെ വധിക്കുന്നതായിട്ടുള്ള ബന്ധപ്പെട്ട കഥയാണ് കൃഷ്ണമൂർത്തിൻ്റെത്. അപ്പോൾ നമ്മളിവിടെ ഇത് ഇപ്പോൾ ഇവിടെ കെട്ടിയാടുന്നത് വലിയ നരസിംഹ അവതാരം തന്നെയാണ്. അപ്പോൾ അത് ഈ
അഗ്നിയിൽ പതിക്കുന്ന ഒരു ഇതാണ് ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ നമ്മൾ കെട്ടിയാടിക്കുന്നുണ്ട്. ഇന്ന് നമ്മളതിന് പൊതുവെ പറയുന്നൊരു വെപ്പണപ്പറയുക എന്ന് പറയും, അല്ലെങ്കിൽ തീച്ചാമുണ്ട്. നമുക്കതിന് കുറച്ചും കൂടി ആർഭാടമായിട്ട് ചെയ്യുമ്പോൾ തീച്ചാമുണ്ടായിട്ട് നമുക്കത് അതെല്ലാ ആൾക്കാർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. വരിക 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 വാരിക ശിവാമേ വരിക വാരിക വരിക ദൈവമേ വരിക 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 വരിക